ഗുഡ് ഈവനിങ്. എല്ലാവരും പോവാനുള്ള തിരക്കിലാണ്. എന്നിരുന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത് അല്ലേ? കാരണം നമ്മുടെയൊക്കെ പ്രോബ്ലംസ് മണിയായിരുന്നു. അപ്പം ഞാൻ വന്നപാട് തന്നെ സാറ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുതി ഐ ലവ് മണി. എന്നിട്ട് മണി എന്നോട് സംസാരിക്കുന്നു സെയിം ടു യു. അപ്പം ഞാൻ സെയിം ടു യു നദീറ. എങ്ങനെ മദർ ഫീലിംഗ് പോലെ, പൊക്കിൽ കൊടി ബന്ധം പോലെ. അതാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എഴുതിയത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ പലരും തളർന്നു പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. പക്ഷേ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാൻ എന്നെ ചിലപ്പോഴൊക്കെ റബ്ബർ മരത്തോടാണ് ഉപമിക്കാറ്. കാരണം റബ്ബർ മരം വെറുതെ നിൽക്കുകയാണെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ലല്ലോ. വേദനിപ്പിക്കുമ്പോഴാണ് അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന വേദനകളും ക്രൈസിസുകളുമാണ് നമ്മുടെ ജീവിതത്തിലെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയി വരുന്നത് എന്ന് അൻവർ സാർ ഇവിടെ കൃത്യമായി നമ്മളോട് പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ ഇത് ഭംഗിയായി പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ ആനന്ദിക്കുക, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുക. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലോകസമസ്തോ സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യം ലോകത്തിൽ ഇങ്ങനെ മുഴുങ്ങിക്കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.